Hi all, welcome back. This is Max Tutorial. Today we are going to discuss about functions and different types of functions. ഫങ്ഷൻസ് എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് +1 പഠിച്ചതാണ്. എന്നാൽ നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ സപ്പോസ് f is a function is defined from the set a to b if every element of set a has one and only one image in set b. ഇതാണ് ഫങ്ഷൻസിൻ്റെ ഡെഫിനിഷൻ. നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഫങ്ഷൻസ് എന്താണെന്ന്. ഇവിടെ രണ്ട് സെറ്റ് എഴുതി, എ ബി പറഞ്ഞ സെറ്റ് എഴുതി. ഇതിൽ എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെൻറ്റ്സ് ആണ് 1 2 3, ബി എന്ന് പറഞ്ഞ സെറ്റിലെ എലമെൻറ്റ്സ് ആണ് എ ബി. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ എ എന്ന് പറഞ്ഞ സെറ്റിലെ എല്ലാ എലമെൻറ്റിനും ഒരു ഇമേജേ പാടുള്ളൂ. എല്ലാ എലമെൻറ്റിനും ഒരു ഇമേജേ സെറ്റ് ബിയിൽ പാടുള്ളൂ. അങ്ങനെയാണ് നമുക്കതിനെ ഫങ്ഷൻസ് എന്ന് പറയാം. ഇവിടെ സെറ്റ് എയിലെ എലമെൻറ്റ്സ് 1 2 3 ആണ്, ബിയിലെ എലമെൻറ്റ്സ് എ ബി ആണ്. ഇതിലുള്ള എല്ലാ എലമെൻറ്റ്സിനും ഇവിടെ ഇമേജ് എന്താണ്? 1 എ 2 ബി 3 ബി. ഇതാണ് ഈ ഫങ്ഷൻസിൻ്റെ ഓർഡേർഡ് പെയർ. ഇതാണ് ഇവിടുത്തെ ഫങ്ഷൻസ്. അതായത് 1ൻ്റെ ഇമേജ് എ ആണ്, 2ൻ്റെ ഇമേജ് ബി ആണ്, 3യുടെ ഇമേജ് ബി ആണ്. ഇവിടെയുള്ള എയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഫങ്ഷൻസ് അല്ലാത്തൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. 1 2 3 എ ബി സി. 1ൽ നിന്ന് എയിലേക്ക്, 2ൽ നിന്ന് ബിയിലേക്ക്, മോറോവർ 2ൽ നിന്ന് സിയിലേക്ക്. ത്രീയിൽ നിന്നും സിയിലേക്ക്. ഇവിടുത്തെ എന്താണ്? 1ൻ്റെ ഇമേജ് എ ആണ്, 2യുടെ ഇമേജ് ബി ആണ്, 3യുടെ ഇമേജ് സി ആണ്, 2യുടെ ഇമേജ് സി ആണ്. അതായത് ഇവിടെയുള്ള എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ ഇമേജ് വന്നു. ഒരു 2 എന്ന് പറഞ്ഞ എലമെൻറ്റിന് ബി എന്ന് പറഞ്ഞ ഇമേജ് ഉണ്ട്, സി എന്ന് പറഞ്ഞ ഇമേജ് ഉണ്ട്. നമ്മുടെ അടുത്ത് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്താ പറഞ്ഞത്? എവറി എലമെൻറ്റ് ഓഫ് സെറ്റ് എ ഹാസ് സെറ്റ് എയിലെ എല്ലാ എലമെൻറ്റിനും ഒരു ഇമേജേ പാടുള്ളൂ. 1 ആൻഡ് ഓൺലി 1 ഇമേജ്. ഇവിടെ 2 ഇമേജ് വന്നു. അപ്പം ഇതൊരു ഫംഗ്ഷൻ അല്ല. ഓക്കെ, അപ്പം ഫംഗ്ഷൻ എന്താണെന്ന് ക്ലിയർ ആയി മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിലേക്ക് പോവാം. ഓക്കെ, ടൈപ്സ് ഓഫ് ഫങ്ഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഡൊമെയിൻ എന്താണെന്നും റേഞ്ച് എന്താണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് സെറ്റ് ബി. ഇത് ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇവിടെ ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ്, സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിയിലേക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡൊമെയിൻ എന്താണ്, റേഞ്ച് എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇഫ് ദ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ഫ്രം എ ടു ബി, അതായത് എഫ് ഫ്രം എ ടു ബി, ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫ്രം എ ടു ബി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഫങ്ഷൻസ് എഴുതിയെടുക്കാം. 1ൻ്റെ ഇമേജ് ആണ് എന്ത്? എ. 2യുടെ ഇമേജ് ആണ് എന്ത്? ബി. 3യുടെ ഇമേജ് ആണ് എന്ത്? സി. അല്ല, 2യുടെ ഇമേജ് സിയും 3യുടെ ഇമേജ് ഡിയുമാണ്. ഓക്കെ, ഇവിടുത്തെ ഡൊമെയിൻ എന്താണെന്ന് പറഞ്ഞാൽ ഇഫ് ദ ഫങ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫ്രം എ ടു ബി, ഇതിൽ എ ടു ബി ആണെങ്കിൽ ഡൊമെയിൻ എന്തായിരിക്കും? സെറ്റ് എയിലെ എലമെൻറ്റ്സ് ആയിരിക്കും. ഇവിടുത്തെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ സെറ്റ് എയിലെ എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് 1 2 3. ഇതാണ് ഇവിടുത്തെ ഡൊമെയിൻ. ഇനി ഇവിടുത്തെ റേഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ സെറ്റ് എയിലെ എലമെൻറ്റ്സ് ഏതിനോടാണോ മാപ്പ് ചെയ്തത് അതാണ് ഇവിടുത്തെ റേഞ്ച്. അത് ഇമേജസ് ആണ് റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എ സി ബി ആണ്. ഓക്കെ, എ സി ബി. റേഞ്ച് എന്ന് പറഞ്ഞാൽ എ സി ബി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റേഞ്ച്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ബിയിലെ എല്ലാ എലമെൻറ്റ്സും, അതായത് എ ബി സി ഡി, ഇതൊക്കെയാണ് ഈ കോഡൊമൈനിലെ എലമെൻറ്റ്സ്. സോ ഡൊമൈൻ എന്താണെന്നും റേഞ്ച് എന്താണെന്നും കോഡൊമൈൻ എന്താണെന്നും മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ഡൊമൈനിൽ ഇവിടെ ഇപ്പോൾ സപ്പോസ് ഒരു 4 എന്ന് പറഞ്ഞൊരു എലമെൻറ്റും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഡൊമൈനിൽ 1 2 3 മാത്രമേ ഉണ്ടാവും, കാരണം 4 ഉണ്ടാവില്ല. കാരണം ഇവിടെയുള്ള ഏത് എലമെൻറ്റ്സ് ആണോ മാപ്പ് ചെയ്യുന്നത് ആ എലമെൻ്റാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് ബിയിലെ ഇമേജസ് ആണ്. നമുക്ക്
എയിൽ നിന്ന് വന്ന എലമെൻറ്റ്സ് എന്തിനോടാണ് മാപ്പ് ചെയ്തത്, അതാണ് റേഞ്ച്. സെറ്റ് ബിയിലെ എല്ലാ എലമെൻറ്റ്സിനും നമ്മൾ കോഡൊമൈൻ എന്നും പറയും. ഓക്കെ, 3 ടൈപ്പ് ഫങ്ഷൻസ് ആണുള്ളത്. 1 ഫംഗ്ഷനും മെനി 1 ഫംഗ്ഷനും ഓൺ 2 ഫംഗ്ഷനും. 1 ഫംഗ്ഷൻ നമ്മൾ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്നും പറയും. ഓൺ 2 ഫംഗ്ഷൻ നമ്മൾ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്നും പറയും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, ഓരോ ഫംഗ്ഷനിലേക്ക് പോവാം. 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്നും പറഞ്ഞു. അതായത് ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് ഡിഫൈൻഡ് ടു ബി 1 if images of distinct elements of x are distinct. അതായത് the function is defined from the set x to y. അങ്ങനെയാണെങ്കിൽ ആ എക്സിലുള്ള എലമെൻസിനൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ആണ് ഉണ്ടാവുക. അതായത് എക്സിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിനൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ആണ് ഉണ്ടാവുക. നമുക്ക് എക്സാമ്പിൾ എഴുതി നോക്കാം. എക്സാമ്പിൾ നോക്കൂ. ഇവിടെ ഫസ്റ്റ് സെറ്റ് എക്സ് ടു വൈ. ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫ്രം എക്സ് ടു വൈ. ഇവിടെ സെറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 ആണ്. വൈ എന്ന് പറഞ്ഞാൽ ABCD. ഇവിടെ സെറ്റ് എക്സിലുള്ള എല്ലാ എലമെൻസിനും ഓരോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ട്. സെറ്റ് 1 ഈസ് മാപ്ഡ് ടു എ, 1 ടു എ, 2 ടു ബി, 3 ടു ഡി, 4 ടു സി. അതായത് സെറ്റ് എക്സിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിനൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഉണ്ട്. ഇനി സപ്പോസ് നമുക്ക് വേറെ ഒരു സെറ്റ് എഴുതി കാണിച്ചു തരാം. സെറ്റ് എക്സിൽ എന്താണ് 1 2 3 4 5, വൈയിൽ ABCD. ഇവിടെ 1 നമ്മൾ എയിലോട്ട് മാപ്പ് ചെയ്തു, 2 ബിയിലോട്ട് മാപ്പ് ചെയ്തു, 3 ഡിയിലോട്ട് മാപ്പ് ചെയ്തു, 4 സിയിലോട്ട് മാപ്പ് ചെയ്തു. അതിൻ്റെ കൂടെ 5 എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് നേരത്തെ സെറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയത് 5 എന്ന് പറഞ്ഞ എലമെൻറ്റ് അവൈലബിളാണ്. ഈ 5 നമ്മൾ ഡിയിലോട്ട് മാപ്പ് ചെയ്തു. ഓക്കെ, 1A 2B 3D 4C 5D. ഈ സെറ്റ് 1 ആണോ? നമുക്കറിയാം 1 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിന് ഇമേജസും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിൻ്റെയൊക്കെ ഇമേജസ് ഡിസ്റ്റിങ്ക്റ്റ് ആണോ? ഇവിടെ ഡി എന്ന് പറഞ്ഞത് ഇമേജസ് 3ക്കും വരുന്നുണ്ട്, 5നും വരുന്നുണ്ട്. സോ ഇത് 1 അല്ല. ഈ ഫംഗ്ഷനാണ് നമ്മൾ മെനി 1 ഫംഗ്ഷൻ എന്ന് പറയുക. കാരണം ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് അല്ല, ഒരേ ഇമേജസ് 2 എലമെൻറ്റിന് വരുന്നുണ്ട്. അതായത് 3 also for D and 5 3യും 5ൻ്റെയും ഇമേജ് ഡി ആണ്. കാരണം ഇവിടുത്തെ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിൻ്റെ ഇമേജസ് ഡിസ്റ്റിങ്ക്റ്റ് അല്ല, അതുകൊണ്ട് ഇത് 1 അല്ല. ഈ ഫംഗ്ഷനാണ് നമ്മൾ മെനി 1 ഫംഗ്ഷൻ എന്ന് പറയുക. 1 ഫംഗ്ഷനെ നമുക്ക് വേറൊരു രീതിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് ഡിഫൈൻഡ് ടു ബി 1 ഈസ് ഇമേജസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഓഫ് എക്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ് എന്നാണ് നമ്മുടെ ഡെഫിനിഷൻ. അതായത് ഇമേജസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? എഫ് ഓഫ് എക്സ് അല്ലേ? എക്സിൻ്റെ ഇമേജ് എഫ് ഓഫ് എക്സ് ആണ്, x1ൻ്റെ ഇമേജ് എഫ് ഓഫ് എക്സ് ആയിട്ടും x2യുടെ ഇമേജ് എഫ് ഓഫ് എക്സ് ടു ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇമേജസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ് ഈക്വൽ ആണെങ്കിൽ അതിൽ സെറ്റ് എക്സിലെ എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ? അതായത് ഇഫ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. ഓക്കെ, അതായത് ഇമേജസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഈക്വൽ ആണെങ്കിൽ എക്സിലെ എലമെൻറ്റ്സും ഈക്വൽ ആണ്. അതായത് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 ഫോർ എവറി x1 x2 ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ്. ഈ ഡെഫിനിഷനാണ് നമ്മൾ അതായത് റിയൽ നമ്പേഴ്സിൻ്റെ നാച്ചുറൽ സെറ്റിൽ അത് വലിയ സെറ്റ് തരുമ്പോൾ നമ്മൾ ഈ ഡെഫിനിഷനാണ് നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Question is, consider f from R to R, f of x equal to 5x plus 2. Show that f is 1 1. ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത 2 സെറ്റ് റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റ് ഒന്നും ഇവിടെ എഴുതി നോക്കാനൊന്നും പറ്റില്ല, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ നമ്മൾ പഠിച്ച വേറെ ഡെഫിനിഷൻ ഇല്ലേ, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. ഈ ഡെഫിനിഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കാം. നമുക്ക് ആൻസർ എഴുതി നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x പ്ലസ് 2 ആണ്. സോ നമ്മൾ എഫ് ഓഫ് x1 എന്തായിരിക്കും? എഫ് ഓഫ് x1 ഈക്വൽ ടു 5x1 പ്ലസ് 2. എഫ് ഓഫ് x2 എന്തായിരിക്കും? 5x2 പ്ലസ് 2.
നമുക്കറിയാം ഡെഫിനിഷൻ എന്താണ്. ഈ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു. ഓക്കെ, എഫ് ഓഫ് എക്സ് വൺ 5x1 + 2, എഫ് ഓഫ് എക്സ് ടു 5x2 + 2. ദറ്റ് ഈസ് ഇവിടെ താഴോട്ട് ഇതിൽ നിങ്ങൾ കാണില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ റൈറ്റ് സൈഡിലേക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് താഴോട്ട് തന്നെ എഴുതി പോവാം. 5x1 + 2 = 5x2 + 2. ഇവിടെ +2 LHSലും മറിച്ചിലും വന്നുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാം. ദറ്റ് ഈസ് 5x1 = 5x2, which is x1 5ഉം 5ഉം നമുക്ക് LHS മറിച്ചിലും കിട്ടി. സോ x1 = x2, hence proved. So it is 1 1. സോ ഈ ടൈപ്പ് പ്രോബ്ലം മനസ്സിലായി നോക്കാം. ഇനി നമുക്ക് ഓൺ ടു ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഓൺ ടു ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ എ ഫംഗ്ഷൻ f from x to y is said to be on to if every element of y is the image of some element in x. അതായത് ഒരു ഓൺ ടു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എക്സിൽ നിന്ന് വൈയിലേക്കാണെങ്കിൽ വൈയിലുള്ള എല്ലാ എലമെൻറ്റും എക്സിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ. ഇവിടെ വൈയിലുള്ള എല്ലാ എലമെൻറ്റും എക്സിലുള്ള ഏതെങ്കിലും എലമെൻറ്റിൻ്റെ ഇമേജ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഓൺ ടു എന്ന് പറയാം. ഇവിടുത്തെ എക്സാമ്പിൾ നോക്കൂ. 1 2 3 4 എക്സിൽ വൈയിൽ ABCD. 1നെ നമ്മൾ ഡിയിലോട്ട് സിയിലോട്ട് മാപ്പ് ചെയ്തു, 2നെ എയിലോട്ട്, 3നെ ബിയിലോട്ട്, 4നെ ഡിയിലോട്ട്. 1A 2B 3C 4D. ഇവിടെ ABCD. ഇതിനെ നമ്മൾ കോഡൊമൈൻ എന്ന് പറയില്ലേ. കോഡൊമൈന് ഈക്വൽ ടു റേഞ്ച്. ഇതാണ് ഓൺ ടുവിൻ്റെ കണ്ടീഷൻ. അതായത് കോഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റും എക്സിലുള്ള ഏതെങ്കിലും ഒരു എലമെൻസിൻ്റെ ഇമേജ് ആയിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുക. നമുക്ക് ഓൺ ടു അല്ലാത്തൊരു ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഈ സെറ്റ് എക്സിൽ 1 2 3 എന്ന് പറഞ്ഞ എലമെൻറ്റ്സ്, വൈയിൽ ABC എന്ന് പറഞ്ഞ എലമെൻറ്റ്സ്. 1നെ നമ്മൾ എയിലോട്ടാണ് മാപ്പ് ചെയ്തത്. 1A 2C 3C. 1നെ എയിലോട്ടേക്കും 2നെ സിയിലോട്ടേക്കും 3നെ എയിലോട്ടേക്കാണ് നമ്മൾ മാപ്പ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ സെറ്റ് വൈയിലെ എലമെൻറ്റ് ABC, അതിൽ ബിക്ക് ഒരു ഇമേജ്, ബി എക്സിലുള്ള ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് അല്ല. ഓൺ ടുവിൻ്റെ കണ്ടീഷൻ എന്താണ്? വൈയിലുള്ള എല്ലാ എലമെൻറ്റ്സും എക്സിലുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഇമേജായി മാറണം. എന്നാലേ നമ്മൾ ആ ഫംഗ്ഷനെ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയും. ഇവിടെ അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല. സോ ഇത് ഓൺ ടു അല്ല, നോട്ട് ഓൺ ടു. നമ്മൾ 1 1ൽ വേറെ ഡെഫിനിഷനെ കൂടി പറഞ്ഞാൽ അതേപോലെ തന്നെ ഓൺ ടുവിലുണ്ട്. അതേപോലെ ഓൺ ടുവിലുണ്ട്. അതായത് ഫോർ എവ്രി y ബിലോങ്സ് ടു ക്യാപിറ്റൽ Y ദർ എക്സിസ്റ്റ് x ബിലോങ്സ് ടു ക്യാപിറ്റൽ X സച്ച് ദാറ്റ് f of x = y. നമുക്കറിയാം ഓൺ ടു എന്ന് പറഞ്ഞാൽ സെറ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന എക്സിൽ നിന്ന് വൈയിലേക്കാണെങ്കിൽ വൈയിലുള്ള എല്ലാ എലമെൻസിനും എക്സിലെ ഏതെങ്കിലും എലമെൻറ്റ്സ് ഇമേജ് ആയിരിക്കണം. ദിസ് ഇസ് ദ കണ്ടീഷൻ. ദറ്റ് ഈസ് ഫോർ എവ്രി y ബിലോങ്സ് ടു y, വൈയിലുള്ള എല്ലാ എലമെൻറ്റ്സും ഫോർ എവ്രി y ബിലോങ്സ് ടു y ദർ എക്സിസ്റ്റ് x, ഒരു x ഉണ്ടായിരിക്കണം എക്സിൽ സച്ച് ദാറ്റ് f of x = y. ആ എക്സിൻ്റെ ഫംഗ്ഷന് y ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് ഡെഫിനിഷൻ. ഫോർ എവ്രി y ബിലോങ്സ് ടു ക്യാപിറ്റൽ Y ദർ എക്സിസ്റ്റ് x ബിലോങ്സ് ടു ക്യാപിറ്റൽ X സച്ച് ദാറ്റ് f of x = y. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? കൺസിഡർ f from R to R, f of x = 5x + 2. ഷോ ദാറ്റ് f is on 2. നമ്മൾ നേരത്തെ 1 1 ചെയ്ത അതേ പ്രോബ്ലമാണ്. അതിനെ നമുക്ക് ഓൺ ടുവിൽ ഒന്ന് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും 1 1ഉം ഓൺ ടു തമ്മിലുള്ള ഡിഫറൻസ്. അവിടെ ഓൺ ടുവിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഫോർ എവ്രി y ബിലോങ്സ് ടു ക്യാപിറ്റൽ Y ദർ എക്സിസ്റ്റ് x ബിലോങ്സ് ടു, ഞാൻ എഴുതി തരാം. ഇവിടുത്തെ ഡെഫിനിഷൻ ഫോർ എവ്രി y ബിലോങ്സ് ടു ക്യാപിറ്റൽ Y ദർ എക്സിസ്റ്റ് x ബിലോങ്സ് ടു ക്യാപിറ്റൽ X സച്ച് ദാറ്റ് f of x = y. ദിസ് ഇസ് ദ ഓൺ ടു ഡെഫിനിഷൻ. നമുക്കിവിടെ f of x = 5x + 2. നമ്മൾ അവിടെ f of x-നെ y ആയിട്ട് കൺസിഡർ ചെയ്യുക. y = 5x + 2. സോ y - 2 = 5x. ഇവിടെ ഞാൻ റൈറ്റിലോട്ടാണ് എഴുതിയത്. സോ x = y - 2 / 5. നമുക്കറിയാം ഇവിടെ തന്ന സെറ്റ് R to R ആണ്. റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ് ഫംഗ്ഷൻ പോകുന്നത്. സോ നമ്മൾ ഇവിടെ വൈക്ക് ഏത് റിയൽ നമ്പർ കൊടുത്താലും നമുക്ക് അവിടെ x എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും.
സോ നമുക്കറിയാം on2 എന്ന് പറഞ്ഞാൽ വൈയിലുള്ള എല്ലാ എലമെൻസും ഇമാജ് ആയിരിക്കണം എക്സിലുള്ള ഏതെങ്കിലും എലമെൻസിന്. സോ ഇവിടെ എക്സ് ഏത് എലമെൻ്റ് ആയാലും അവിടെ വൈ എന്ന് പറഞ്ഞൊരു നമുക്ക് ഇമേജ് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇവിടെ on2 ആണ് പ്രൂവ് ആയി. ഇൻ ഷോർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ പ്രോബ്ലം തന്നാൽ നമുക്ക് on2 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ ടേമിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ വൈ ടേമിലാക്കി എഴുതാം. f(x) തന്നിരിക്കുന്ന f(x) ഈക്വൽ ടു എന്തെങ്കിലും എക്സിൻ്റെ ടേമിൽ ഒരു ഇക്വേഷൻ തരും, ഒരു അൾജിബ്രായിക് ഇക്വേഷൻ തരും. അതിന് നമ്മൾ g of y. This is an equation in the form of y which can be written as g of y. ഇങ്ങനെ നമ്മളൊരു വൈൻ്റെ ടേമിൽ നമുക്ക് ആ ഇക്വേഷൻ മാറ്റി എഴുതാൻ പറ്റുന്നുണ്ടെങ്കിലും ആ ഇക്വേഷൻ നമ്മുടെ സെറ്റിൽ സാറ്റിസ്ഫൈ ആകുന്നുണ്ടെങ്കിൽ നമുക്കത് on2 ആണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. വേറൊരു പ്രോബ്ലം കൂടി നമ്മൾ ചെയ്ത് വെക്കാം. കൺസിഡർ f from R to R f(x) equal to 2x. ഷോ ദാറ്റ് f is on2. ഇവിടെ തന്നിരിക്കുന്നത് സെറ്റ് R to Rലേക്ക് തന്നെയാണ്. f(x) equal to 2x എന്നാണ്. നമുക്ക് ആൻസർ ചെയ്താം. ലെറ്റ് y equal to f(x) നമ്മൾ കൺസിഡർ ചെയ്യാം. ദറ്റ് ഈസ് y equal to 2x. then x equal to y/2. നമ്മൾ സാധാ അപ്പോൾ ചെയ്താൽ മതി. x equal to y/2 നമുക്ക് കിട്ടി. സോ നമുക്ക് പറയാം ഫോർ എവറി y belongs to R where x belongs to R such that f(x) equal to y. so it is on2. ഇനി നമുക്ക് ഇവിടെ ഫംഗ്ഷൻ്റെ സെറ്റ് മാറുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇഫ് ദ ഫംഗ്ഷൻ റിയൽ നമ്പറിലേക്കാണ് ഇവിടെ ഫംഗ്ഷൻ പോകുന്നത്, നമുക്കതൊന്ന് നാച്ചുറൽ നമ്പറിലേക്കായാൽ എന്താ സംഭവിക്കുക നോക്കാം. ഇവിടെ ഫംഗ്ഷൻ n to n ആക്കി മാറ്റിയിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. f(x) equal to 2x. ലെറ്റ് y equal to f(x) y equal to 2x x equal to y/2. ഇവിടെ നമുക്ക് എന്താ പറയുക, നമുക്കറിയാം on2ൻ്റെ കണ്ടീഷൻ ഫോർ എവറി y belongs to n there exists x belongs to n such that f(x) equal to y എന്നായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ എല്ലാ എലമെൻറ്റിനും ഒരു ഫോർ എവറി y belongs to n there does not exist x. എന്നിലുള്ള എല്ലാ എലമെൻസിനും അതിന് പറ്റിയ ഒരു എക്സ് ഇല്ല എന്നിൽ തന്നെ. എന്നൊരു എക്സാമ്പിളാണ് 1 belongs to നാച്ചുറൽ നമ്പർ. അതൊരു ഇമേജ് അല്ല, അത് ഒരു എലമെൻറ്റിൻ്റെയും ഇമേജ് അല്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് on2. സോ എന്താണ് on2 ഫങ്ഷൻസ് റിയൽ നമ്പേഴ്സിൽ വന്നപ്പോഴും നാച്ചുറൽ നമ്പേഴ്സിൽ വന്നപ്പോഴും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇറ്റ് ഈസ് ക്ലിയർ. ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു ഗോ ടു ബൈജക്റ്റീവ് ഫങ്ഷൻസ്. ബൈജക്റ്റീവ് ഫങ്ഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് എ ഫംഗ്ഷൻ f from x to y is bijective if f is both 1 1 and on2. അതായത് ആ ഫംഗ്ഷൻ 1 1 ഉം on2 ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ ഇൻവേർട്ടിബിൾ ആണ്. ഓക്കെ, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഇസ് ഇൻവേർട്ടിബിൾ. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇനി ബൈജക്റ്റീവ് ഫംഗ്ഷൻസിൻ്റെ എക്സാമ്പിൾസും ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന കൂടുതൽ പ്രോബ്ലംസും ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലംസും റിപ്പീറ്റഡ് പ്രോബ്ലംസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. സോ നിങ്ങൾക്ക് ക്ലാസ് എല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.